സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്. കളക്ടറേറ്റിലും താലൂക്കിലും എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ തുടങ്ങിയെന്ന് മന്ത്രി കെ രാജൻ. സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു. കൊരട്ടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 15 ഗ്രാമോളം MDMAയുമായി കണ്ണൂർ സ്വദേശിയെ കൊരട്ടി പോലീസും റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് നിർമ്മാണം നിലച്ചതിൽ പ്രതിഷേധിച്ച് സമരവുമായി കോൺഗ്രസ്. കണിമംഗലം പാലത്തിന്റെ ബാക്കിയുള്ള പണികളും റോഡിന്റെ കുഴിയടക്കലും പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി. പാറയമ്പാടത്ത് വ്യാജ ഡോക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ ചികിത്സ നടത്തിയിരുന്ന പ്രകാശ് മണ്ഡലാണ് അറസ്റ്റിലായത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ടാമത്തെ റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണി ഇന്ന് തുടങ്ങും. 4 ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ 9 വരെ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കും. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും രാത്രി യാത്രയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം തുടരുകയാണ്. കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തെക്കൻ തമിഴ്നാടൻ മുകളിലെ ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം. അടുത്ത ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനും പിന്നീട് അത് അതിതീവ്ര ന്യൂനമർദ്ദമാകാനും സാധ്യതയുണ്ട്. മെയ് 31 കാലവർഷം കേരളത്തിൽ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മഴയുടെ പശ്ചാത്തലത്തിൽ എല്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് 24 മണിക്കൂറും എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ പ്രവർത്തിക്കും. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NDRFന്റെ 2 ടീം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു. ആർക്കും പരിക്കില്ല. തേക്കങ്കാട് മൈതാനിയിൽ നിന്നിരുന്ന മരമാണ് ബാനർജി ക്ലബിന് സമീപമുള്ള റോഡിലേക്ക് വീണത്. 2 കാറുകളുടെ മുകളിലേക്കാണ് മരം വീണത്. അപകടത്തെ തുടർന്ന് സ്വരാജ് റൌണ്ടിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. കൊരട്ടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി മരുന്ന് കടത്തിയ കണ്ണൂർ വിളമന സ്വദേശി അതുൽ കൃഷ്ണയെ ചാലക്കുടി ഡിവൈഎസ്പി R അശോകൻ, റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി N മുരളി, കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ N അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 15 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വോൾവോ ബസ്സിൽ പോവുകയായിരുന്ന യുവാവ് കൊരട്ടിയിൽ ഇറങ്ങിയ ഉടൻ പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടന്ന പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖ്, ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് SIമാരായ VG സ്റ്റീഫൻ, സതീശൻ മണപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, VU സിൽജോ എന്നിവർ ലഹരി മരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ 1 ലക്ഷത്തിലേറെ രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പാലക്കൽ കപ്പേള പരിസരത്ത് രാപ്പകൽ സമരം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. KK കൊച്ചു മുഹമ്മദ്, CO ജേക്കബ്, TK പൊറിഞ്ചു എന്നിവർ സംസാരിച്ചു. രാത്രി 9 നടക്കുന്ന സമാപന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. അതേസമയം കണിമംഗലം പാലത്തിന് അനുബന്ധ റോഡ് പണിയും കുഴിയടക്കലും പൂർത്തിയാക്കിയ ശേഷം നിർമ്മാണ കമ്പനി പിൻവാങ്ങും. ഇടവിട്ട് പെയ്യുന്ന മഴ പണിക്ക് തടസ്സമാകുന്നുണ്ട്. പാലത്തിന്റെ അനുബന്ധ റോഡ് ആധുനിക സാങ്കേതിക വിധിയിലാണ് നിർമ്മിക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള കമ്പനിക്കാണ് ഇതിന്റെ ഉപകരാർ നൽകിയിരിക്കുന്നത്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡിൽ കോൺക്രീറ്റ് ചെയ്യാത്ത ഭാഗങ്ങളിൽ റോഡിലെ കുഴിയടക്കലും ബാക്കിയുണ്ട്. അവ കൂടി പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി അധികൃതർ പറഞ്ഞു. പൂർത്തിയായ പ്രവൃത്തികളുടെ ബിൽ തുക ലഭിക്കാത്തതിനെ തുടർന്നാണ് കരാർ കമ്പനി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. 34 കിലോമീറ്റർ റോഡിൽ 3 വർഷമായിട്ടും 14 കിലോമീറ്റർ മാത്രമാണ് നിർമ്മാണം പൂർത്തിയായത്. ജനജീവിതം സ്തംഭിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നമ്മുടെയെല്ലാം പരിമിതമായ ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്ക് ഈ നാടിനെ മാറ്റിയെടുത്തവരായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ സർക്കാരും മാറുമ്പോൾ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ 1% പോലും അതിശയോക്തിയില്ല.
കുന്നംകുളം പാറയമ്പാടത്ത് ചികിത്സിക്കാൻ ആവശ്യമായ രേഖകളില്ലാതെ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും ചികിത്സ നടത്തിയ വ്യാജ ഡോക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം പാറയമ്പാടത്ത് വാടക വീടെടുത്ത് വ്യാജമായി ചികിത്സ നടത്തി വന്നിരുന്ന പ്രകാശ് മണ്ഡലിനെയാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജംഷീലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മേഖലയിൽ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും വ്യാജ ചികിത്സ നടത്തുന്നുണ്ടെന്ന് കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. പരാതിയെ തുടർന്ന് ക്ലിനിക്കിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കളും പിടികൂടി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ് ചാൾസ്, ആശംസ്, അഞ്ജലി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ടാമത്തെ റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണി ഇന്ന് തുടങ്ങും. ഇന്നും ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലുമായാണ് ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുക. പണി നടക്കുന്ന ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ 9 മണി വരെ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കും. 2 ആഴ്ച മുൻപാണ് ബ്രിട്ടീഷുകാർ പണി തീർത്ത പഴയ റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണി അവസാനിപ്പിച്ചത്. ഇപ്പോൾ സമീപത്തുള്ള പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണി സേലം ആസ്ഥാനമാക്കിയുള്ള സ്വകാര്യ കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഗർഡറുകൾ മാറ്റുന്നതിന് വേണ്ടി താൽക്കാലിക റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ മാസം 26 ഗർഡറുകൾ മാറ്റി പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് റെയിൽവേ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റെയിൽവേയുടെ ആർക്കോണം പ്ലാന്റുകളിൽ നിന്നാണ് ഗർഡറുകൾ എത്തിച്ചിരിക്കുന്നത്. 13 തൂണുകളിലായി 14 ഗർഡറുകളാണ് സ്ഥാപിക്കാനുള്ളത്. സംസ്ഥാന പാതയിൽ അകമല ക്ഷേത്രത്തിന് സമീപം വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറി ക്ഷേത്രത്തിന് സമീപത്തെ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി. ഡ്രൈവറും ക്ലീനറും വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശവും പാലത്തിന്റെ കൈവരിയും തകർന്നു. അപകട സാധ്യത കുറയ്ക്കാനായി സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ ബാരിയറുകളും തകർന്നിട്ടുണ്ട്. റോഡിന്റെ അശാസ്ത്രീയതയും ഇടുങ്ങിയ പാലമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ഗുണ്ടാസംഘം പരസ്പരം പോർവിളി നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊങ്ങണങ്ങാട് സ്വദേശി വിവേക്, വെളിയന്നൂർ സ്വദേശി വിവേക് എന്നിവരെയാണ് ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ പൊങ്ങണങ്ങാട് സ്വദേശി വിവേകിൽ നിന്ന് കത്തി കണ്ടെടുത്തു. ഇന്നലെ രാത്രിയാണ് 4 സംഘം ശക്തൻ സ്റ്റാൻഡിൽ പോർവിളി നടത്തിയത്. സംഭവം അറിഞ്ഞ പോലീസ് എത്തിയപ്പോഴേക്കും 2 പേർ ഓടി രക്ഷപ്പെട്ടു. പ്രതികളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കുറ്റൂരിൽ ഗുണ്ടാസംഘങ്ങൾ ആഘോഷ പാർട്ടി നടത്തിയതിന്റെ അന്വേഷണം നടക്കുന്നതിനിടെ നഗരമധ്യത്തിൽ ഗുണ്ടാസംഘങ്ങൾ പരസ്പരം പോർവിളി നടത്തിയത് പോലീസിന് തലവേദനയായിരിക്കുകയാണ്. ചാലക്കുടി പോട്ടയിൽ സ്റ്റേഷനറി കട കത്തി നശിച്ചു. നോർത്ത് പോട്ട ഗുരുപുരത്ത് പ്രവർത്തിക്കുന്ന ശിവഗംഗ എന്ന കടയാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പ്രഭാത സവാരിക്ക് പോയിരുന്ന ആളുകളാണ് കടയിൽ നിന്നും പുക വരുന്നത് കണ്ടത്. ഇവർ അറിയിച്ചതിനെ തുടർന്ന് ഉടമകളായ സജിത് കുമാർ വൈപ്പിൻ, വേണു കോക്കാടൻ എന്നിവർ സ്ഥലത്തെത്തി. അഗ്നി രക്ഷാസേനാ സംഘം എത്തിയെങ്കിലും സാധന സാമഗ്രികൾ ഏറെക്കുറെ കത്തി നശിച്ചിരുന്നു. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷകൾ ജില്ലയിൽ 1/4 ലക്ഷം കടന്നു. ശനിയാഴ്ച വൈകിട്ട് വരെ 2807 വിദ്യാർത്ഥികൾ അപേക്ഷ നൽകി. സംസ്ഥാനത്ത് ആകെ അപേക്ഷകരുടെ എണ്ണം 3 ലക്ഷം കഴിഞ്ഞു. ഈ മാസം 25-ന് വൈകിട്ട് 5 വരെയാണ് ഓൺലൈനിൽ അപേക്ഷ നൽകാനുള്ള സമയം. 29-ന് ട്രയൽ അലോട്ട്മെന്റ് നടത്തും. ജൂൺ 5-നാണ് ആദ്യ അലോട്ട്മെന്റ്. +1 ക്ലാസുകൾ ജൂൺ 24-ന് തുടങ്ങും. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 20% സീറ്റ് വർധന അനുവദിച്ചിട്ടുണ്ട്. ചാലക്കുടി കൂടപ്പുഴയിലെ തോട്ടിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. 2 ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവല്ലാമലയിൽ നിയന്ത്രണം വിട്ട ബസ് കാറിലിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തിരുവല്ലാമല തൃശൂർ റൂട്ടിലോടുന്ന മിറാക്കിൾ ബസ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിലിടിക്കുകയായിരുന്നു. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി സ്വദേശിയുടേതാണ് കാർ. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി. കുർജൻ ദേവസ്വം ബോർഡിന്റെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രതിഷ്ഠാദിനത്തിന് ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പ്രസാദ ഊട്ട് എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ചിത്രകുമാർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന എന്നിവ നടന്നു. തിച്ചൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ നാദസ്വരം, നെല്ലുവായ് സജീഷിന്റെ നേതൃത്വത്തിൽ കേളി, വെണ്ണിമല അനു, ഉണ്ണികൃഷ്ണൻ കോട്ടപ്പുറം എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും നടന്നു. പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് ദേവസ്വം ഓഫീസർ PB ബിജു, ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ, സെക്രട്ടറി NK ഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി.
തൃശൂർ കോർപ്പറേഷൻ അയ്യന്തോൾ ഡിവിഷനിലെ ആദ്യത്തെ പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. അയ്യന്തോൾ ഗവൺമെന്റ് ലോ കോളേജിന് സമീപം കാർത്യാനി ക്ഷേത്രം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം കെട്ടിട ഉടമയും അയ്യന്തോൾ സിറ്റി ചാനൽ ഡയറക്ടറുമായ വിഷ്ണു നമ്പൂതിരി നിലവിളക്ക് തെളിയിച്ച് നിർവഹിച്ചു. ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ഐറിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പത്മൻ വത്സാർ, കൌൺസിലർ എൻ പ്രസാദ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒരു ഡോക്ടറും 2 നഴ്സുമാരും ലാബ് ടെക്നീഷ്യനും ഉൾപ്പെടെ 6 ജീവനക്കാരാണ് നിലവിലുള്ളത്. ഇഷ്ടരാഗം എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് തൃശൂരിൽ നടന്നു. തുടർന്ന് ട്രെയിലർ ലോഞ്ചും നടന്നു. നടൻ കൈലാഷ്, ഗായകരായ മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. പ്രകാശ് നായർ, സുരേഷ് രാമന്തളി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. കഥ എഴുതി സംവിധാനം നിർവഹിക്കുന്നത് ജയൻ പുതുവാളാണ്. ആകാശ് പ്രകാശ് നായകനാകുന്ന ചിത്രത്തിൽ ആദിത്യ നായികയായി എത്തുന്നു. മെയ് മാസം ചിത്രം തിയേറ്ററുകളിൽ എത്തും. ചേലക്കര വട്ടുള്ളി കോൺഗ്രസ് 92-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗം KP തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ, ഡേവിഡ് മാസ്റ്റർ, രജിത, സബീഷ് പുതുമന, യോഹന്നാൻ, ബേസിൽ ബാബു, മത്തായി നെല്ലിക്കൽ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തുള്ള കുടുംബാംഗങ്ങളിലെ കുട്ടികളെ ഒരു സമൂഹത്തിന്റെ സന്തോഷം. പ്രസാധന രംഗത്തെ പെൺകൂട്ടായ്മയായ സമതയുടെ 98-ാം പുസ്തക പ്രകാശനവും രണഗീതി ജ്വാല പുരസ്കാര സമർപ്പണവും ശനിയാഴ്ച കോഴിക്കോട് നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. വിപ്ലവ ഗായികയായ മച്ചാട വാസന്തിയുടെ ജീവചരിത്രമായ പച്ചപ്പനന്തത്ത് എന്ന പുസ്തകം നിലമ്പൂർ ആയിഷ PK മേദിനിക്ക് നൽകിയ പ്രകാശനം നിർവഹിക്കും. ഭാനുപ്രകാശാണ് ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ്. ചടങ്ങിൽ 2024 രണഗീതി പുരസ്കാരം മച്ചാട വാസന്തിക്കും ജ്വാല പുരസ്കാരം അപർണ ഗൌരിക്കും സമ്മാനിക്കും. 25,000 രൂപയും ഫലകവും ആദരപത്രവും അടങ്ങുന്ന രണഗീതി പുരസ്കാരം പുരുഷൻ കടലുണ്ടിയും 20,000 രൂപയും ഫലകവും അഭിവാദ്യപത്രവും അടങ്ങുന്ന ജ്വാല പുരസ്കാരം മുൻ SFI സംസ്ഥാന സെക്രട്ടറി K പ്രദീപ് കുമാറും സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ സമത മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ TA ഉഷാകുമാരി, ചെയർപേഴ്സൺ TG അജിത, ട്രഷറർ A കൃഷ്ണകുമാരി എന്നിവർ പങ്കെടുത്തു. മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KF ബാബു, ആശാ വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കായിക അധ്യാപകനായിരുന്ന മനോജൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ അനുശോചിച്ച് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുസ്മരണ യോഗം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, MC ഐജു, സുധീഷ് പറമ്പിൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നവീകരിച്ച കണ്ണംകുളങ്ങര വിജയദീപം ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിതിൻ കരുമാലി നിർവഹിച്ചു. യതീന്ദ്രൻ കൊല്ലാർ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ കൌൺസിലർ മുകേഷ് കൂളപ്പറമ്പിൽ, അരുൺ പാപ്പുള്ളി, തറക്കൽ സതീശൻ, രവീന്ദ്രൻ, പ്രഹ്ലാദൻ എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് പള്ളിമേപ്പുറം തലങ്ങേട്ടിരി ജുമാ മസ്ജിദിൽ PT കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ അനുസ്മരണം സംഘടിപ്പിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷൈഗൂന MV ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. SKMMA ജില്ലാ പ്രസിഡന്റ് 3 സ്റ്റാർ കുഞ്ഞുമുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം, PK സലീം ഹാജി, സൌദ്ദീൻ ഫൈസി, ഇബ്രാഹിം ഫൈസി പഴുനാന തുടങ്ങിയവർ സംസാരിച്ചു. സ്വന്തമായി വാഹനമില്ല എന്ന് നമുക്കറിയാലോ. അതേ തൃശ്ശൂർ ജില്ലക്കാരനല്ല, മരിച്ചപ്പോഴും പലരും അറിഞ്ഞിട്ടുണ്ടാവും. പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി നഗരസഭ അമ്പലവട്ടം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ K ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിൽ 60 കിലോഗ്രാം മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ വെള്ളി, വെങ്കലം മെഡലുകൾ നേടിയ മുണ്ടത്തിക്കോട് പട്ടിയാത്ത് മണികണ്ഠനെ ആദരിച്ചു. രാജു മാരാത്ത്, KN പ്രകാശൻ, M സച്ചിദാനന്ദൻ, KT ജോയ് എന്നിവർ പങ്കെടുത്തു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഫാദർ ജെയ്സൺ പുതുപ്പള്ളിയിൽ, ട്രസ്റ്റിമാരായ ലിയോ PJ, ആന്റണി PK, പിയൂസ് PV, തിരുനാൾ ജനറൽ കൺവീനർ
CD ജോജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മെയ് 25, 26 തീയതികളിലാണ് തിരുനാൾ. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് ബാച്ചിന്റെ റീയൂണിയൻ സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കുറ്റിക്കാട്ട് ആന്റണി ബാബു മെമ്മറീസ് ഉദ്ഘാടനം ചെയ്തു. അനീഷ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ വിൽസൺ പിടിയത്ത് മുൻ അധ്യാപകരെ വേദിയിൽ പൊന്നാടിയും ഫലകവും നൽകി ആദരിച്ചു. PV വിജു, അനു ജെയിംസ് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, പ്രായമായി കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ശിക്ഷകണങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെയാണ്. മക്കളൊക്കെ ഒരു പക്ഷേ വിദൂരത്ത് ആയിരിക്കും. ചിലപ്പോൾ എടത്തിരുത്തി പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം, കുടുംബശ്രീ, ഹരിത മിഷൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തിയാണ് 18 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുക, ജലസ്രോതസ്സുകളുടെ ഒഴുക്ക് സുഗമമാക്കുക, മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുക എന്നീ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാലിന്യം വലിച്ചെറിയുകയും കത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അറിയിച്ചു. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും വീട്ടുടമകൾക്കെതിരെയും പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ CS അനീഷ് പറഞ്ഞു. ഏനാമാക്കൽ പരിശുദ്ധ പോംബെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ കോഞ്ചിറമുത്തിയുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം കൊടിയേറ്റം നിർവഹിച്ചു. തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരായ KT സാബു, സിനു ലിജോ, ജനറൽ കൺവീനർ KP ജോസഫ് എന്നിവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാസം 24, 25, 26 തീയതികളിലാണ് തിരുനാൾ. മണലൂർ പഞ്ചായത്ത് 6ാം വാർഡിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ അധ്യക്ഷനായി. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അംഗനവാടി പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, KK ബാബു, VG അശോകൻ, MV അരുൺ, ഷിജു ചിറ്റോളി എന്നിവർ സംസാരിച്ചു. ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തി. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TV ഹരിദാസൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കരിയർ കൌൺസിലർ TV ശിവദാസൻ സെമിനാറിന് നേതൃത്വം നൽകി. PG സുബിദാസ്, അശോകൻ മൂക്കോല, ബാബു PI, അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന വിപുലമായ സൗകര്യങ്ങളോട് ആരംഭിച്ച ഫൈഡേഴ്സ് ഐ കെയർ ഹോസ്പിറ്റൽ ഒല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. നേത്രപരിചരണ രംഗത്ത് അതിനൂതന സാങ്കേതിക വിദ്യയുമായി ഒല്ലൂർ കമ്പനിപ്പടിയിൽ തെക്കേക്കര ബിൽഡിംഗിൽ കല്യാൺ എക്സ്പ്രസ് മാർട്ടിന് മുകളിൽ പ്രവർത്തനം ആരംഭിച്ച ഫൈഡേഴ്സ് ഐ കെയർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ഒല്ലൂർ ഡിവിഷൻ കൌൺസിലർ സനോജ് പോൾ കാട്ടൂക്കാരൻ നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ ലോഗോയുടെയും പേരിന്റെയും അനാച്ഛാദനം ഡോക്ടർ ആൻഡോ തെക്കേക്കരയും ഒപ്റ്റിക്കൽസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് സുനീഷ് ജോൺസണും നിർവഹിച്ചു. ചടങ്ങിൽ പാർട്ണർമാരായ ശ്യാം മേനോൻ, വിഷ്ണു ശങ്കർ, വിഷ്ണു N മേനോൻ, രാമചന്ദ്രൻ, KS രാധ, ഡോക്ടർമാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോൺടാക്ട് ലെൻസ്, ഒക്യുലോപ്ലാസ്റ്റി, റെറ്റിന ആൻഡ് യുവിറ്റീസ്, ഡ്രൈ ഐസ്, ഗ്ലോക്കോമ, സ്ക്വിന്റ്, കോർണിയ തുടങ്ങിയ സേവനങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണവും ഫൈഡേഴ്സ് ഐ കെയർ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. കൂടാതെ വിവിധ തരം ഫ്രെയിമുകളുടെയും ലെൻസുകളുടെയും വിപുലമായ ശേഖരവും ഫാർമസി വിഭാഗവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചത്തേക്ക് സൗജന്യ കൺസൾട്ടേഷനും ഒപ്റ്റിക്കൽസിന് 10% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. രാവിലെ 9 മുതൽ രാത്രി 7 വരെയാണ് ആശുപത്രിയുടെ പ്രവർത്തന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 8129072717. വ്യത്യസ്തമായ രുചി വൈവിധ്യങ്ങളുമായി ടേസ്റ്റ് റൈഡ് ഫുഡ് കോർണർ തൃശൂർ ചേലക്കോട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചേലക്കോട്ടുകരയ്ക്ക് രുചിയുടെ പെരുമയും നാവിലൂറും രുചി വൈവിധ്യങ്ങളും സമ്മാനിച്ചാണ് ടേസ്റ്റ് റൈഡ് ഫുഡ് കോർണർ ചേലക്കോട്ടുകര സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ മേഴ്സി അജി മുഖ്യാതിഥിയായി. ടേസ്റ്റ് റൈഡ് ഫുഡ് കോർണർ ഉടമ
VR ഷൈജു, മകൻ നീരജ് ഷൈജു തുടങ്ങി ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബിരിയാണി, ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ്, ഊണ്, പ്രഭാത ഭക്ഷണം തുടങ്ങി രുചിവൈവിധ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാതരം ഫ്രഷ് ജ്യൂസുകളും ഷേക്കുകളും ലഭിക്കും. അൽഫാം ഷവർമ, അഫ്ഗാനി റൈസ് അൽഫാം എന്നിവ ടേസ്റ്റ് റൈഡ് ഫുഡ് കോർണറിന്റെ പ്രത്യേകതയാണ്. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഹോം ഡെലിവറി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 24 49 425 9447 59 9426. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്. കളക്ടറേറ്റിലും താലൂക്കിലും എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ തുടങ്ങിയെന്ന് മന്ത്രി കെ രാജൻ. സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു. കൊരട്ടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 15 ഗ്രാമോളം MDMA-യുമായി കണ്ണൂർ സ്വദേശിയെ കൊരട്ടി പോലീസും റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ കുറുകഞ്ചേരി റോഡ് നിർമ്മാണം നിലച്ചതിൽ പ്രതിഷേധിച്ച് സമരവുമായി കോൺഗ്രസ്. കണിമംഗലം പാലത്തിന്റെ ബാക്കിയുള്ള പണികളും റോഡിന്റെ കുഴിയടക്കലും പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി. പറമ്പാടത്ത് വ്യാജ ഡോക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ ചികിത്സ നടത്തിയിരുന്ന പ്രകാശ് മണ്ഡലാണ് അറസ്റ്റിലായത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ടാമത്തെ റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റുന്ന പണി ഇന്ന് തുടങ്ങും. 4 ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ 9 വരെ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.